ആശംസാ ഭാഷണത്തിനായി ജമാഅത്തെ ഇസ്ലാമി ഈരാറ്റുപേട്ട ഏരിയ പ്രസിഡന്റ് PA മുഹമ്മദ് ഇബ്രാഹിം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സിയോവിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന സലീം മമ്പാട്, സിയോവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മുബാറക് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് AM അബ്ദുസ്സമദ് സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നത് തികച്ചും പ്രസക്തമായ ഒരു കാര്യമാണ്. ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ തന്നെ ബോധപൂർവം പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പൂഞ്ഞാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂഞ്ഞാറിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റായ പ്രവൃത്തിയെ അതിൻ്റെ ഒരു തലത്തിൽ നിന്ന് കാണുന്നതിൻ്റെ അപ്പുറത്ത് അതിനൊരു വർഗീയ മുഖവും അതേപോലെ തന്നെ വംശീയത ഇളക്കി വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം കേരളം സന്ദർശിച്ച സന്ദർഭത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. അപ്പം എത്രത്തോളം ഒരു നിസ്സാരമായ സംഭവത്തെ ഊതി പെരുപ്പിച്ച് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ, രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയത ഇളക്കിവിടുന്നതിന് വേണ്ടി വംശീയതയുടെ പുറത്ത് അധികാരത്തിലേറിയിട്ടുള്ള ഫാഷിസ്റ്റ് ഗവൺമെൻറ് എത്രത്തോളം സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പൂഞ്ഞാർ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഈരാറ്റുപേട്ടയിൽ, ഇതിൻ്റെ തൊട്ട് മുമ്പ് ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ അത് വരണമെന്നുള്ള വർഷങ്ങളായിട്ടുള്ള ഈ നാട്ടുകാരുടെ ആവശ്യം അത് പല സന്ദർഭത്തിൽ നിയമസഭയിലും അതേപോലെയുള്ള വേദികളിലുമൊക്കെ ഉന്നയിച്ച് നടക്കാതെ പോയ ഒരു വിഷയം അവസാനം നമ്മുടെ ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് തീർത്തും നമ്മെ നിരാശപ്പെടുത്തുന്ന, ഈരാറ്റുപേട്ടയിൽ ഇല്ലാത്ത ഒരു സംഗതിയെ റിപ്പോർട്ടായി സമർപ്പിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രവണതകളുള്ള ഒരു നാടാണ് എന്ന തരത്തിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാരൊക്കെ വന്നുകൊണ്ട് അതിനെ തിരുത്തുകയുണ്ടായി. പല നിലവിലുള്ള മന്ത്രിമാരൊക്കെ വന്ന് ഇത് തെറ്റായ ഒരു റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ട് തിരുത്തേണ്ടതുണ്ട് എന്ന തലത്തിൽ നമ്മുടെ കോട്ടയം ജില്ലക്കാരനായ VN വാസവനടക്കമുള്ള മന്ത്രിമാർ വന്നുകൊണ്ട് റിപ്പോർട്ട്
പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ റിപ്പോർട്ട് തെറ്റാണ് എന്ന്, അത് തിരുത്തേണ്ടതുണ്ട് എന്ന് മന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രത്തോളം വളരെ തെറ്റിദ്ധാരണ നിറഞ്ഞ റിപ്പോർട്ടുകളാണ് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കളവുകൾ മാത്രം നിറഞ്ഞ റിപ്പോർട്ടുകളാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അറസ്റ്റുകൾ, പല യുവാക്കളെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കേന്ദ്ര സേന തന്നെ ഇറങ്ങി വന്നുകൊണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്ത്, അങ്ങനെ ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തെറ്റായ പ്രചരണം, എവിടെയാണ് ഇസ്ലാമോഫോബിയ പരത്താൻ കഴിയുന്നത് എന്ന, ഇസ്ലാമിനെക്കുറിച്ച് ഒരു ഭീകരമായ അന്തരീക്ഷം, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഒരു ഭീകരമായ അന്തരീക്ഷം എത്രത്തോളം സൃഷ്ടിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമുക്ക് പരിഹാരമായിട്ടുള്ളത് മതസമൂഹങ്ങൾക്കിടയിലുള്ള ഐക്യമാണ്. അവരൊരുമിച്ചിരിക്കാനും അവർക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോകാനും കഴിയേണ്ടതുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് അങ്ങനെ സാധിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി തന്നെ വിളിച്ചുകൂട്ടിയ അതിൻ്റെ പല മീറ്റിങ്ങുകളിലും ഇവിടുത്തെ വിവിധ മത അധ്യക്ഷന്മാർ വന്നിരിക്കുകയും അവർ വളരെ പോസിറ്റീവായ ചർച്ചകളിൽ അവർ ഇടപെടുകയും ചെയ്തു. നമുക്ക് ആ മത സമൂഹങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ നമ്മൾ തിരുത്തുകയും അതിനെ അകറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പരിഹാരമാണ് എനിക്കിവിടെ നിർദ്ദേശിക്കാനുള്ളത്. തുടർന്ന് വരുന്ന പ്രഭാഷകർ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി, ഈരാറ്റുപേട്ട മാത്രമല്ല ഇസ്ലാമോഫോബിയ എന്ന വിഷയത്തിലുള്ള വിശദമായ പ്രഭാഷണങ്ങൾ ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ സമ്മേളനത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ആശംസയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.